റോണ്ട ബേണിൻ്റെ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 16ാമത്തെ ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതും പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതും ആരോഗ്യത്തെക്കുറിച്ചാണ്. അതായത് ആരോഗ്യത്തിൽ മാന്ത്രികതയും അത്ഭുതങ്ങളും സൃഷ്ടിക്കുന്നത്. നമ്മളെപ്പോഴും ആരോഗ്യമുള്ളവരും ഊർജ്ജസ്വലരും കൂടുതൽ സമയം സന്തോഷമുള്ളവരും ആയിരിക്കണം. എന്തെന്നാൽ സമ്പൂർണ്ണ ആരോഗ്യമെന്ന ജന്മാവകാശമുണ്ടെങ്കിൽ അതങ്ങനെയായിരിക്കണം. എന്നിരുന്നാലും ഭൂരിഭാഗം ആളുകളും സാധാരണ ഇങ്ങനെ കരുതാറില്ല. ഒരുപക്ഷെ ഒരിക്കലും ചിന്തിച്ചിരിക്കില്ല. പലരും രോഗങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണ്. ശരീരത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള പ്രശ്നങ്ങളും വിഷാദരോഗവും മറ്റു മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടുന്നവരുണ്ട്. ഇതെല്ലാം സമ്പൂർണ്ണ ആരോഗ്യത്തിന് താഴെയുള്ള അവസ്ഥകളാണ്. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വേണ്ട പൂർണ്ണ ആരോഗ്യസ്ഥിതി അനുഭവിക്കാൻ തുടങ്ങുന്നതിന് ഏറ്റവും വേഗത്തിലുള്ള വഴി നന്ദിയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ കാണുന്ന രോഗശാന്തിയുടെ അത്ഭുതങ്ങളെല്ലാം പൂർണ്ണ ആരോഗ്യം മനുഷ്യ ശരീരത്തിൽ പൊടുന്നതിനെ പുനഃസ്ഥാപിക്കപ്പെടുന്നതിൻ്റെ ഫലമാണ്. നേരത്തെ പറഞ്ഞ സമ്പൂർണ്ണ ആരോഗ്യത്തിന് താഴെയുണ്ടായിരുന്ന അവസ്ഥയാണ് മാറുന്നത്. കൃതജ്ഞത നിങ്ങളുടെ ആരോഗ്യത്തിലും ശരീരത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ കരുതുന്നില്ലെങ്കിൽ ദ സീക്രട്ടിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ ആയിരക്കണക്കിന് അത്ഭുത കഥകൾ നിങ്ങൾക്ക് വായിക്കാനാകും. കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി ശരീരത്തിലേക്കും മനസ്സിലേക്കും ആരോഗ്യത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നു. നിരവധി പഠനങ്ങൾ കാണിച്ചിട്ടുള്ളതുപോലെ ശാരീരിക അസുഖം വേഗത്തിലാക്കാൻ കൃതജ്ഞത നിങ്ങളെ സഹായിക്കും. നല്ല ശാരീരിക പരിചരണം, പോഷകം. ഇനി നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യസഹായം പിന്തുടരുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ എല്ലാറ്റിനോടും കൃതജ്ഞത അനുഗുണമായി ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്ന് കാണാം. ആർക്കാണോ കൃതജ്ഞതയില്ലാതെ, അതായത് അവരുടെ ആരോഗ്യത്തിലും ശരീരത്തിലും അവരിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും. ആർക്കാണോ കൃതജ്ഞതയുള്ളത്, നന്ദിയുള്ളത്, അവരുടെ ആരോഗ്യത്തിലും ശരീരത്തിലും അവർക്ക് കൂടുതലായി നൽകപ്പെടും. അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൽ. നിങ്ങളിപ്പോൾ ഒരു രോഗിയോ സുഖമില്ലാത്തവനോ ആയിരിക്കാം. ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ടാകാം. എന്നാൽ നിങ്ങളിപ്പോൾ ഈ വാക്കുകൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരോഗ്യമാകുന്ന സമ്മാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. രോഗാവസ്ഥയിലും വേദനയിലും നന്ദിയുടെ വികാരങ്ങളിലായിരിക്കുക വളരെ പ്രയാസകരമാണ്. എന്നാൽ നന്ദിയുടെ ഒരു ചെറിയ അംശത്തിന് പോലും ശരീരത്തിലേക്ക് ആരോഗ്യത്തിൻ്റെ മാന്ത്രികമായ ഒഴുക്ക് വർദ്ധിപ്പിക്കാനാകും. നിങ്ങളുടെ ആരോഗ്യവും ആഹ്ലാദവും നാടകീയമായി വർദ്ധിപ്പിക്കുകയാണ് ഇന്നത്തെ ആരോഗ്യത്തിൽ മാന്ത്രികതയും അത്ഭുതം എന്ന പരിശീലനത്തിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് സ്റ്റെപ്പ് 1, നിങ്ങൾക്ക് ലഭിച്ച ആരോഗ്യം. ഭൂതകാലത്തിൽ, നിങ്ങളുടെ പാസ്റ്റിൽ, നിങ്ങളുടെ ബാല്യം, കൗമാരം, യൗവനം എന്നീ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മികച്ച ആരോഗ്യത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ സന്തുഷ്ടനായും ആരോഗ്യം നിറഞ്ഞവനുമായിരുന്ന സമയങ്ങളെപ്പറ്റി ചിന്തിക്കുക. നിങ്ങൾ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന പോലെ അനുഭവപ്പെട്ട 3 വ്യത്യസ്ത സമയങ്ങൾ ഓർത്തെടുത്ത് മാന്ത്രിക വാക്കായ നന്ദി എന്ന് പറയുക. അക്കാലങ്ങളെക്കുറിച്ച് അങ്ങേയറ്റം ആത്മാർത്ഥമായി നന്ദി പ്രകാശിപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ 3 വ്യത്യസ്ത സമയങ്ങൾ ഓർത്തെടുക്കാനാവും. സ്റ്റെപ്പ് 2, ആരോഗ്യം. നിങ്ങൾ നിരന്തരം സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു, അതായത് വർത്തമാന കാലത്തിൽ, പ്രസൻറ്റ് മൊമെൻറ്റ്. നിങ്ങൾക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഓരോ അവയവത്തിനോടും ശാരീരിക സംവേദന ശക്തിയോടും ശരീരവ്യവസ്ഥയോടും അങ്ങേയറ്റം നന്ദി ഉൾക്കൊള്ളുക. കൈകൾ, കാലുകൾ, കണ്ണുകൾ, ചെവികൾ, അങ്ങനെ നിങ്ങളുടെ ബോഡിയുടെ എല്ലാ പാർട്സിനെ കുറിച്ചും ചിന്തിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ നന്നായി നടക്കുന്ന 5 പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവ ഓരോന്നായി എടുത്ത് മനസ്സിൽ ഓരോന്നിനും മാന്ത്രിക വാക്കായ നന്ദി എന്ന് പറയുക. സ്റ്റെപ്പ് 3, നിങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആരോഗ്യം. അതായത് നിങ്ങളുടെ ഭാവിയിലേക്ക്, ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ എങ്ങനത്തെ ആരോഗ്യമാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ മാന്ത്രിക പരിശീലനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ മെച്ചപ്പെടുത്തേണ്ട ഒരു കാര്യത്തെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. എന്നാൽ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി വളരെ സവിശേഷമായ രീതിയിലായിരിക്കും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ മെച്ചപ്പെടുത്താൻ പോകുന്നതിൻ്റെ ഉത്തമമായ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക. ആ ഉത്തമമായ അവസ്ഥയ്ക്ക് നിങ്ങൾ നന്ദി പറയുമ്പോൾ അതേ അവസ്ഥ നിങ്ങളിലേക്ക് തിരിച്ച് എത്തും. സാധാരണ നടന്നു വരുന്ന ഒരു വ്യക്തി അയാൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെന്ന് കണ്ടെത്തിയാൽ പിന്നെ അതേക്കുറിച്ച് വളരെയധികം സംസാരിക്കുമെന്ന് മാത്രമല്ല, ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തുകയും അതേപ്പറ്റി കിട്ടാവുന്നത്ര വിവരങ്ങൾ ശേഖരിക്കുകയും അസുഖത്തിൻ്റെ ഏറ്റവും മോശമായ ലക്ഷണങ്ങളും ഭയാനകമായ പരിണത ഫലങ്ങളും അറിഞ്ഞു വയ്ക്കുകയും ചെയ്യും. എന്നാൽ ആകർഷണ നിയമപ്രകാരം നമുക്കൊരു പ്രശ്നം പരിഹരിക്കാൻ അതിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് സാധ്യമല്ല. എന്തെന്നാൽ പ്രശ്നത്തിൽ ശ്രദ്ധിക്കും തോറും അത് കൂടുതൽ വഷളാവുകയുള്ളൂ. പകരം അതിൻ്റെ കൃത്യം വിപരീതമാണ് ചെയ്യേണ്ടത്. നമ്മുടെ ശരീരത്തിലെ അസുഖബാധിതമായ മേഖല എടുത്ത് അതിൻ്റെ ഏറ്റവും മികച്ച അവസ്ഥ ഏതെന്ന് ചിന്തിച്ച് അതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മളുടെ ചിന്തകളും വികാരങ്ങളും അതിലേക്ക് അർപ്പിക്കുക. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തിൻ്റെ ഉത്തമമായ അവസ്ഥയോട് നാം പുലർത്തുന്ന നന്ദി നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ശക്തമായി ഒരുമിപ്പിച്ച് പ്രയോഗിക്കുന്നതിലൂടെ ഒറ്റയടിക്ക് തന്നെ ഉദാത്ത അവസ്ഥ നമ്മളിലേക്ക് ഒരു കാന്തം എന്ന പോലെ ആകർഷിക്കപ്പെടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉദാത്ത അവസ്ഥയെപ്പറ്റി ഭാവനയിൽ കാണാൻ 1 മിനിറ്റ് ചെലവഴിക്കുക.
നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ശരീരം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണുന്നതിനൊപ്പം നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞു എന്ന വിധത്തിൽ അതിനോട് നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വൃക്കകളുടെ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് വേണ്ടതെങ്കിൽ വളരെ ആരോഗ്യമുള്ള കരുത്തുള്ള വൃക്കകൾ നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ അരിച്ച് അഴുക്കുകൾ നീക്കി എടുക്കുന്നതിൽ നന്ദി പ്രകാശിപ്പിക്കുക. നിങ്ങളുടെ രക്തത്തിൻ്റെ ആരോഗ്യം മാന്ത്രികമായി പുനഃസ്ഥാപിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശുദ്ധവും ആരോഗ്യമുള്ള രക്തം നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോഷകങ്ങളും ഓക്സിജനും എത്തിക്കുന്നതിൽ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. ഹൃദയത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നവരാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ല കരുത്തും ആരോഗ്യമുള്ള ഹൃദയം നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും പരിപാലിക്കുന്നതിന് നന്ദി പറയുക. നിങ്ങളുടെ കാഴ്ചശക്തി മാന്ത്രികമായി മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല കാഴ്ചശക്തിക്ക് നിങ്ങൾ നന്ദി പറയുക. കേൾവിശക്തിക്കാണ് മികവ് ആഗ്രഹിക്കുന്നതെങ്കിൽ ശരിയായ കേൾവിക്ക് നന്ദി പറയുക. നല്ല വഴക്കമുള്ള ശരീരമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കൃത്യമായ ഉണർവോടെയും വഴക്കത്തോടെയും ഇരിക്കുന്ന ശരീരത്തിന് നന്ദി പറയുക. ശരീരഭാരമാണ് പ്രശ്നമെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ടത് ഉത്തമമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാരത്തെക്കുറിച്ചാണ്. എന്നിട്ട് നിങ്ങൾ ആ ശരീരഭാരത്തിന് ഉടമയാണെന്ന് സങ്കല്പിച്ച് അത് ലഭിച്ചെന്ന പോലെ അതിന് നന്ദി പറയുക. നിങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്ത് തന്നെയായാലും ആദ്യം ആ ഉദാത്തമായ അവസ്ഥ നിങ്ങൾ തന്നെ സങ്കല്പിക്കുക. എന്നിട്ട് ആ ഉത്തമ അവസ്ഥയ്ക്ക് നന്ദി പറയുക. അത് അപ്പോൾ തന്നെ ലഭിച്ചെന്ന പോലെ. നമ്മളിൽ തന്നെയുള്ള സ്വാഭാവിക ശക്തികളാണ് രോഗത്തിൻ്റെ ശരിയായ വൈദ്യന്മാർ. അതായത് ആരോഗ്യ പരിശീലനത്തിലെ മാന്ത്രികതയും അത്ഭുതങ്ങളും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. സമ്പൂർണ്ണ ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ശരീരഭാഗത്തിൻ്റെ മാന്ത്രിക പുനഃസ്ഥാപനം ദ്രുതഗതിയിലാക്കാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങൾ ദിവസത്തിൽ പലതവണ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ നിലവിലെ ശാരീരിക അവസ്ഥയെപ്പറ്റി എപ്പോഴൊക്കെ നിഷേധാത്മക ചിന്ത വരുന്നു ഉടൻ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരോഗ്യമായ അവസ്ഥ സങ്കല്പിച്ച് അതിനോട് നന്ദി പ്രകാശിപ്പിച്ച് അത് സ്വീകരിച്ചാലെന്ന പോലെ ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുത്താനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ശരീരത്തിന് നല്ല രീതിയിലുള്ള പരിചരണം നൽകുകയെന്ന് മാത്രമല്ല ആരോഗ്യത്തോട് അത്യധികം നന്ദിയുള്ളവരായി തുടരുകയും വേണം. അതായത് ഇന്ന് നിങ്ങൾക്ക് ഉള്ള ഒരു പ്രാക്ടീസ് ഇതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലോകത്തിൻ്റെ നെറുകയിലാണെന്ന് തോന്നിയ 3 വ്യത്യസ്ത മുഹൂർത്തങ്ങൾ ഓർത്തെടുക്കുക. നിങ്ങൾ ഏറ്റവും ആരോഗ്യത്തോടെ ഇരുന്ന സമയങ്ങൾ. ആ സമയങ്ങൾക്ക് അങ്ങേയറ്റം ആത്മാർത്ഥമായി ഉള്ളിൽ നിന്ന് നന്ദി പറയുക. നിങ്ങളുടെ ശരീരത്തിലെ നല്ല രീതിയിലുള്ള 5 പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഓരോന്നിനും ഓരോന്നായി നന്ദി പറയുക. നിങ്ങളുടെ ശരീരത്തിലോ ആരോഗ്യത്തിലോ നിങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഉത്തമമായ അവസ്ഥയെപ്പറ്റി 1 മിനിറ്റ് സങ്കല്പിക്കുക. ഈ ഉത്തമ അവസ്ഥയ്ക്ക് നന്ദി പറയുക. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു കയ്യിൽ മാന്ത്രിക കല്ല് പിടിക്കുക. അന്നേ ദിവസം സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി നന്ദി എന്ന് പറയുക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.